പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 14-ാമത്തെ ദിവസമാണല്ലോ. ഇത്രത്തോളം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ ആശീർവദിക്കുകയും ചെയ്ത കർത്താവിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം കരയറ്റുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുകയും ഉത്തരം തരികയും ചെയ്തിട്ട് അതിനെല്ലാം ഉപരിയായി ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആഗ്രഹത്തോട് അലൈൻഡായിത്തീരുവാൻ ഈ ഉപവാസ പ്രാർത്ഥന നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇപ്രകാരം ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ പല സഹോദരങ്ങൾക്കും നാളുകളായിട്ട് ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ല. ആ പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമായി തീരണമെന്ന ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ കഴിയാതിരിക്കുന്നവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർത്താണ് ഈ വീഡിയോ ഇപ്രകാരം റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നലെ നാം വായിക്കുവാനും ധ്യാനിക്കുവാനും ഇടയായ വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായമാണ് നാം വായിക്കുവാനും ധ്യാനിക്കുവാനും ഇടയായത്. 2 വ്യക്തിജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ദൂതൻ നേരിട്ട് വന്ന് പ്രത്യക്ഷനായി അരുളി ചെയ്യുന്ന അരുളപ്പാടുകളും അവരുടെ റെസ്പോണ്ടുകൾ എങ്ങനെയാണ് എന്നതാണ് നാം ചിന്തിക്കുവാനിടയായി തീർന്നത്. സക്രിയാവിനെ കുറിച്ച് പറയുമ്പോൾ സക്രിയ പുരോഹിതനാണ്. അദ്ദേഹം കർത്താവിൻ്റെ ആലയത്തിൽ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ശുശ്രൂഷയ്ക്കിടയിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, സക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നീ ആഗ്രഹിക്കുന്നത് പോലെ, നീ പ്രാർത്ഥിച്ചതുപോലെ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ സക്രിയാവ് തിരിച്ച് മറുപടി പറയുകയാണ്. അതിൻ്റെ 11-ാം അധ്യായം തൊട്ടാണ് നിങ്ങളത് വായിച്ചു നോക്കുക. സക്രിയാവ് മറുപടി പറയുവാണ്, അയ്യോ ദൈവദൂതനെ, എൻ്റെ ശരീരം ബലഹീനമാണ്, പ്രായം എനിക്ക് ഇത്രയുമായി. എൻ്റെ ഭാര്യ എലിസബത്തും ബലഹീനയാണ്, അവൾക്കും പ്രായം ഒരുപാടായി. ഇനിയും ഇതൊക്കെ സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ നിന്ന മാറുമോ എന്നെല്ലാം സക്രിയാവ് ദൂതനോട് ഒരു സംശയമായി പറയുകയാണ്. ദൂതൻ പറയുവാണ്, ഒരു പക്ഷേ സക്രിയാവിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷിക്കുവാൻ ഉചിതമായ കാര്യമാണ് പറയുന്നത്. കാരണം ഒരു നീതിമാനായ ഒരു പുരോഹിതനെ സംബന്ധിച്ച് തൻ്റെ പുത്രൻ കർത്താവിന് വഴിയൊരുക്കുവാൻ പോകുന്നവനാണ് എന്നും ദൈവ പദ്ധതി പ്രകാരമാണ് എന്നും എല്ലാം കേൾക്കുന്നതിനേക്കാട്ടിലും വലിയ സന്തോഷം എന്താ അവന് വേണ്ടുന്നത്? അപ്രകാരമുള്ള വാഗ്ദത്തങ്ങളുമായി കടന്നു വന്ന ദൂതനെ വാക്ക് വിശ്വസിക്കുവാനായിട്ട് സക്രിയാവിന് കഴിഞ്ഞില്ല. അതിൻ്റെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം മുതൽ നമ്മൾ മറിയോട് ഇതേ ദൂതൻ ഇടപെടുന്നതാണ് കാണുന്നത്. മറിയോട് ചെന്ന് പറയുമ്പോൾ മറിയ പറയുകയാണ്, അയ്യോ, ഞാൻ ഇതുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ല, അതെങ്ങനെ സാധ്യമാകും? അവൾ പഠിച്ച ജ്ഞാനം അനുസരിച്ചിട്ട് ഒരു പുരുഷനെ അറിഞ്ഞാൽ മാത്രമേ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, അയ്യോ മറിയ, അത് മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ നിന്റെ മേൽ നിഴലിടും, ദൈവത്തിൻ്റെ ആത്മാവിനും ഇതിനെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ പല ഇമ്പോസിബിലിറ്റീസിൻ്റെയും ഉത്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇമ്പോസിബിലിറ്റീസിൻ്റെയും ഉത്തരം ഈസ് ദ ഹോളി ഗോസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ മേൽ അതിന്മേലുള്ള ഉത്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ മറിയയാണെങ്കിൽ ഇത് ലഭിച്ചപ്പോൾ മറിയ പറയാണ്, അവളുടെ അസാധ്യം, അവളുടെ ഫാക്ട്സ് അവൾ പറയാൻ ഇടയായി തീർന്നു. ഇങ്ങനെ കാരണം കൊണ്ട് ഇതിന് സാധ്യമല്ലല്ലോ എന്നൊക്കെ അവൾ പഠിച്ച ഫാക്ട്സ് ഒക്കെ പറയാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ ഹിതം എൻ്റെ മേൽ നിറവേറ്റട്ടെ. സക്രിയാവിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ സക്രിയാവിനെ മാറുന്നൊരു വിഷയമാണ് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതെങ്കിൽ, എന്നാൽ ഈ മറിയയുടെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ അവൾക്ക് വരുന്ന ഒരു വിഷയമാണ്. കാരണം പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും എന്ന് പറയുമ്പോൾ അവൾ മേലേക്ക് വരുന്നൊരു വിഷയമാണ്. എന്നിട്ട് അവൾ പറയുവാണ്, ഇത് പരിശുദ്ധാത്മാവിനിൽ നടക്കുമെങ്കിൽ ഇതിൻ്റെ കാര്യം അവൾക്കൊരു ഉറപ്പുണ്ട്, ഇതിൻ്റെ ബാക്കി
ബാക്കി കാര്യങ്ങളും പരിശുദ്ധാത്മാവ് തന്നെ നോക്കിക്കോളും, ദൈവം തന്നെ നയിച്ചോളും എന്നൊരു ഉറപ്പുള്ളതുകൊണ്ട് ഇത് അസാധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ഇത് പരിശുദ്ധാത്മാവിനാൽ സാധ്യമാകുവാണെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഭയക്കുന്നത്? ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കർത്താവിൻ്റെ ആത്മാവ്, ദൈവാത്മാവ് തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ നയിച്ചോളും എന്ന വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അവൾ ആ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് അവൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീർന്നു. സക്രിയാവിനെ നോക്കിയാട്ടെ, പിന്നെയും അവൻ്റെ വാ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം എന്നറിയാമോ, ഒരു അനുഗ്രഹം ദൈവം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സംശയിച്ചു കൊണ്ട് അതിനെ നീ നേരിടുകയാണെങ്കിൽ അതിൻ്റെ നിവൃത്തി ഉണ്ടാകുവാനായിട്ട് സാധ്യമാവത്തില്ല. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ വായിലാണ് ജീവൻ്റെയും മരണത്തിൻ്റെയും ലേക്കുള്ള പാത നമ്മുടെ വായിൽ തന്നെ ഇരിക്കുക. സക്രിയാവിന് വാ തുറക്കണ്ട. മറിയയാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി, അത് കൺഫസ് ചെയ്യാനായിട്ട് തുടങ്ങി. അവളെ കൺഫസ് ചെയ്തത് മുഖാന്തരം ദൈവത്തിൻ്റെ ആത്മാവ് അവളോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം കൂടെ നിന്നോട് പറയട്ടെ, നിനക്കറിയാമോ, എലിസബത്ത് അവൾ 6 മാസം പ്രഗ്നൻ്റാണ്. അവളുടെ ഉള്ളിൽ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു. അപ്പം വളരെ സന്തോഷമായി മറിയ സന്തോഷത്തോടെ അപ്പോൾ അവൾക്കൊരു കോൺഫിഡൻസായി, ഇത് പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഒന്നാ, ഇത് ദൈവത്താൽ നടക്കുന്ന ഒന്നാ എന്ന് കോൺഫിഡൻസ് ഓടിച്ചെല്ലുവാൻ ഇടയായിത്തീർന്നു. ഒരേ കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് ചെല്ലുവാൻ ഇടയായിത്തീർന്നു, ഒരുമിച്ച് കൂടുവാൻ ഇടയായിത്തീർന്നു. ഒരേ കാറ്റഗറി ആയിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾ, ഒരു അസാധ്യമായ ചിലതിനെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവർ ഒരുമിച്ച് കൂടുവാൻ ഇടയായിത്തീർന്നു. അവരുടെ ഉള്ളങ്ങളിൽ പിള്ള തുള്ളുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാമോ? അതിൻ്റെ അകത്ത് നിന്ന് ഒരുപക്ഷെ ഉണ്ടാകുന്ന കാര്യമായിരിക്കും, ഒരുപക്ഷെ നിന്ന് മാറുന്ന കാര്യമായിരിക്കും. എന്ത് തീർന്നാലും എന്തു കാര്യമാണ് എങ്കിലും അതിൻ്റെ ഉത്തരവാദി ദൈവത്തിൻ്റെ ആത്മാവാകിയാൽ ഇന്ന് കർത്താവിൻ്റെ കടലിലേക്ക് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 14-ാം ദിവസം ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യട്ടെ, നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവൃത്തിക്ക് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? മറിയ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാവോ? നിങ്ങളോട് കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അതിനെ വഹിച്ചുകൊണ്ട് ഒന്ന് കർത്താവിനെ സ്തുതിക്കുവാനിടയായി തീരാമോ? ദൈവത്തിന് മഹത്വം കൊടുക്കാനിടയാവോ? വാ തുറന്ന് അതൊന്ന് കൺഫസ് ചെയ്യാമോ? നിന്റെ വാ മൂടി വെക്കാതെ നീ വാ തുറന്ന് അതിനെ പോസിറ്റീവായിട്ടൊന്ന് കൺഫസ് ചെയ്യാമോ? ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാ തുറന്ന് അത് ഏറ്റുപറയുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിനക്ക് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനിടയായി തീർന്നു. നിങ്ങൾ വാ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ, പാട്ടുകൾ പാടുമ്പോൾ വാ തുറന്ന് പാടിയാട്ടെ, അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ വാ തുറന്ന് അനുഗ്രഹിച്ചാട്ടെ. കാരണം നിന്നിലൂടെ അനുഗ്രഹം പുറപ്പെടുന്നത്, നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത്, നിൻ്റെ വാക്കുകളെ ദൈവത്തിന് ആവശ്യമുണ്ട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ദൈവസന്നിധിയിൽ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ്, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 14-ാം ദിവസം പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുന്ന ഒരു ദൂതായി മാറട്ടെ കർത്താവേ. കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. Wish you all a happy and wonderful year 2025, which is filled with the acts of the Holy Ghost. The year 2025 is the year of the acts of the Holy Ghost. May God bless you. Amen, amen, amen.